ഇത്ര ലാളനയും പിന്തുണയും അവസരവും കിട്ടിയ മറ്റൊരു CPM നേതാവ് പാലക്കാട് ജില്ലയിൽ ഉണ്ടാകില്ലെന്ന് NN കൃഷ്ണദാസ്. അമിതമായ ലാളന കിട്ടിയതുകൊണ്ടാവും പിന്നീട് പാർട്ടിക്കെതിരെ തിരിഞ്ഞതെന്നും CPM സംസ്ഥാന കമ്മിറ്റി അംഗം. ശശിയുടെ അഭിപ്രായം അങ്ങനെയാവും. പക്ഷേ പാർട്ടിയുടെ സമ്പ്രദായങ്ങളുണ്ട്. പാർട്ടി ഏറ്റവും കൂടുതൽ അവസരങ്ങൾ കൊടുത്ത ഈ ജില്ലയിലെ നേതാക്കളിൽ ഒരാൾ PK ശശിയാണ്. ഇത്രയധികം ലാളനയും പിന്തുണയും പ്രോത്സാഹനവും പാർട്ടിയിൽ നിന്ന് കിട്ടിയ മറ്റേതെങ്കിലും ഒരു നേതാവ് ഈ ജില്ലയിൽ ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ശശിയുടെ പരാതികളുണ്ടാവും. പാർട്ടിയുടെ രീതിയും സമ്പ്രദായവും അനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ അവധാനതയോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ സമീപിച്ചത്. അപ്പോൾ വീണ്ടും ഞാനതാ പറയണം, ഇത്ര അധികം പിന്തുണയിൽ ആളനി പാർട്ടി നേതൃത്വത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു നേതാവ് ഈ ജില്ലയിൽ ഉണ്ടാവില്ല. അമിതമായ ലാളിന് കിട്ടിയതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ശശി പിന്നീട് പാർട്ടിക്കെതിരായി മാറാൻ ഇടവന്നത് എന്ന് കരുതേണ്ടി വരും. CPMന്റെ സെക്രട്ടറിമാർ മാറുമ്പോൾ പാർട്ടിയുടെ സമ്പ്രദായം മാറില്ലെന്ന് കൃഷ്ണദാസ് പറഞ്ഞു. ശശിക്ക് വ്യക്തികേന്ദ്രീകൃതമായ താൽപര്യമാണ്. തെറ്റുതിരുത്തിയാൽ PK ശശിക്ക് പാർട്ടിയിലേക്ക് തിരിച്ചു വരാം. ഇതിനു മുമ്പും അങ്ങനെയുണ്ടായിട്ടുണ്ട്. പാർട്ടിയാണ് ശരിയെന്ന് പിന്നീട് അവർക്ക് ബോധ്യമാവും. PK ശശിയും ജില്ലാ സെക്രട്ടറിയും തമ്മിലുള്ളത് വ്യക്തിപരമായ പ്രശ്നമാണോ എന്ന് അവരാണ് പറയേണ്ടത്. ജില്ലാ സെക്രട്ടറി മറുപടി പറഞ്ഞിട്ടുണ്ട്. ശശി ജില്ലാ സെക്രട്ടറിക്കെതിരെ തെളിവ് പുറത്തുവിട്ടാൽ അദ്ദേഹം മറുപടി പറയും. അല്ല, പാർട്ടി ഒരു സമ്പ്രദായം അനുസരിച്ചാണ് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തിക്കുന്നത്. അതിപ്പോ കോടിയേരി ആയാലും പിണറായി ആയാലും അതിനു മുമ്പ് ചടയനായിരുന്ന കാലത്തും അതിൻ്റെ മുമ്പ് നായനാരായിരുന്നപ്പോഴും അതിനു മുമ്പ് VS ആയിരുന്നപ്പോഴും ഒക്കെ ഈ പാർട്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അന്നൊക്കെ ഈ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ ഞാൻ പ്രവർത്തിക്കുന്നു. എനിക്ക് അതിൽ ഓരോ സെക്രട്ടറിമാരും മാറുമ്പോൾ എന്തെങ്കിലും ഒരു സമ്പ്രദായം മാറിയതായി തോന്നിയില്ല. ഞാൻ ഇവരൊക്കെ സെക്രട്ടറിമാരാവുന്ന കാലത്ത് ഈ പാർട്ടി പ്രവർത്തിക്കില്ല. അപ്പോൾ അവരൊക്കെ പാർട്ടിയുടെ സെക്രട്ടറിമാരായിരുന്നു. CH ഭരിച്ചതിന് ശേഷം നായനാർ സെക്രട്ടറി ആയി. അതിനുശേഷം ഇതുവരെ ഉണ്ടായി. മിക്കവാറും എല്ലാ സെക്രട്ടറിമാരുള്ളപ്പോഴും ഞാൻ പറഞ്ഞു പാർട്ടി ഒരു സമ്പ്രദായത്തിലാണ് പ്രവർത്തിക്കുക. പാർട്ടിയുടെ അകത്ത് രൂപപ്പെട്ടു വരുന്ന അഭിപ്രായങ്ങളും ആക്ഷേപങ്ങളും പരാതികളും ഒക്കെ പരിഹരിക്കുകയും ചർച്ച ചെയ്യുന്നതിനും നമ്മുടെ പാർട്ടിക്ക് ഒരു സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായം അനുസരിച്ചാണ് എല്ലാ പ്രശ്നങ്ങളും പാർട്ടി പരിഹരിക്കാൻ ശ്രമിക്കുക. UTV ന്യൂസ്, പാലക്കാട്.